എന്താണെന്നറിയില്ല. വിനയ് ഓൾറെഡി കുടിക്കുന്നുണ്ട്. മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ഏതാണ്ട് നാട്ടിലെ ഒരു ഫീൽ, പച്ചപ്പ്, കോഫി പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കൂൾ ബ്രീസ് ഉണ്ട്. അങ്ങനെ മുന്നിലേക്ക് പോകുന്ന വഴിയാണ്, നല്ല റൂട്ടാണ്. റോഡ് ചൂട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? പിന്നെ ഇപ്പൊ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ ഒരു മണ്ഡപം വെള്ളം വരുന്നത്. ഉൽപ്പത്തി ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ്. സോ അവിടെ നമുക്ക് ഷൂട്ടിംഗ് ഒരു വിടത്തില്ല. സോ ആ ലെവലിൽ തന്നെ നിൽക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ മേലോട്ട് നമുക്ക് കയറാൻ പറ്റുമോ? വളരെ അടുത്തടുത്ത് നിൽക്കുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നുമില്ല. കാരണം അവരുടെ എല്ലാം വീടിയുടെ അവിടെയുള്ള ബട്ടർ മിൽക്കാണ്, തണുപ്പായിരിക്കും. കണ്ടില്ല, പോട്ടിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല നാച്ചുറൽ തണുപ്പായിരിക്കും. സംഭാരമല്ലോ സൂപ്പർ. നമ്മുടെ കേരളത്തിൽ ഇതേതര മാർക്കാണ് ചെറിയൊരു ബോയ്സ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ നാക്കിൽ കൈ കാണിക്കാൻ നമുക്ക് കാണാം. അങ്ങ് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു പോണ്ട് ഉണ്ട് അവിടെ. ആ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂർഗ് എസ്റ്റേറ്റ്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പീസൗട്ട് നമ്മുടെ ആ റോക്കാണെന്ന് തോന്നുന്നു. പക്ഷെ മേലത്തെ ലീവ്സ് ഒക്കെ വൈറ്റ്സാ അല്ലേ? ആ, നല്ല പീസ്ഫുൾ. ഈ മഴ ഇന്നലെ മഴ നിന്നിരുന്നെങ്കിൽ നമുക്ക്. This is our one room where me and Srivinay is staying. This is our one room, very peaceful. So ഇതാ നമ്മുടെ ബെഡ്, രണ്ടുപേർക്ക് ഒരു റൂം. ആൻഡ് നല്ല സീലിംഗ് ഒക്കെ, നല്ല വുഡിൻ്റെ ഈ ക്ലൈമറ്റിന് പറ്റിയ സീലിങ്ങും നല്ലൊരു ടോയ്ലറ്റും ഒക്കെ. ഇവിടെയാണ് ടോയ്ലറ്റ്. വിനയ് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി വയ്ക്കുക. വിനയ് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ 3 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പെർ ഹെഡ് 1000 റുപ്പീസാണ്. സോ 6 മെമ്പേഴ്സ് ആണ്. നമുക്ക് 12,000 റുപ്പീസായി 2 ഡേയ്സിന്. പക്ഷേ നമുക്ക് ഈ ഫുൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ കോഫി എസ്റ്റേറ്റും എല്ലാം. ഇവിടെ പിന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് എന്താവശ്യം എന്ന് പറഞ്ഞാൽ മതി, അത് നമ്മൾ ഗെയിംസ് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. സോ അത് നല്ല ഒരു സ്റ്റേ ആണ്. പിന്നെ നല്ല എസ്റ്റേറ്റ്, നല്ലൊരു ഫീൽ ഉണ്ട് ഇവിടെ താമസിക്കാൻ. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിലുള്ള എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി മഴ കാരണം എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് രാവിലെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. സോ ഞാനും വിനയും കൂടെ രാവിലെ എണീറ്റിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. സോ ഇതാണ് നമ്മുടെ കോഫി എസ്റ്റേറ്റിലേക്കുള്ള എൻട്രൻസ്. മൊത്തം കോഫിയാണ്, പച്ച ബീൻസാണ്. പച്ചയിൽ കുറച്ച് പഴുത്ത് വരുന്നുണ്ട്, അതാണ് ഈ ചുവന്ന ബീൻസ്. കോഫി ബീൻസാണ് ഇവിടെ മെയിനായിട്ട് ഒരു പ്ലാന്റേഷനിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിനിടയിൽ കൂടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ നമ്മൾ നടക്കുന്നത്. എങ്ങനെയുണ്ട് പിന്നെ ആ മഴയുടെ മഴ പെയ്തതിൻ്റെ ആ വെള്ളത്തിൻ്റെ നനവ് താഴെ കാലിൽ തട്ടുന്നുണ്ട്. നല്ലതല്ലേ? ഇതുപോലൊരു വാക്ക് നമുക്ക് ബാംഗ്ലൂർ കിട്ടുമോ? ഇല്ല, ചാൻസേ ഇല്ല. ഉള്ള പൊടി, വണ്ടി, ട്രാഫിക്, അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആരായാലും ഈ കോഫി എസ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവർക്കും ഇത് ചെയ്യാം. ഹോസ്റ്റ് നല്ല ഹോസ്റ്റാണ്. നമുക്ക് നല്ല ഫ്രീഡം തന്നെ, നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് സ്റ്റേയും ചെയ്യാം. പിന്നെ കോഫി എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഇന്നലത്തെ ആ മഴ കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരുന്നത്. ഇന്ന് കുറച്ച് വെയിലടിക്കുന്നുണ്ട്, പക്ഷേ ആ മഴയുടെ നനവ് ഇവിടെ താഴേക്ക് ഉണ്ട്. സോ നല്ലൊരു ഫീലാണ്. ഇതാ വീണ്ടും കോഫി ബീൻസ് ഏതാണ്ട് പഴുത്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. സോ ഇതാ പഴുത്ത ബീൻസിൻ്റെ ലുക്ക്. പിന്നെ ഇതിൻ്റെ ഹോസ്റ്റ് പറഞ്ഞത് നിങ്ങൾ നേരെ നടന്നാൽ അങ്ങ് അറ്റം എത്തുമ്പോൾ ഒരു പോണ്ട് കാണാം. പക്ഷെ പോണ്ടിൻ്റെ അടുത്ത് എത്തിപ്പറ്റാൻ പറ്റില്ല, കാരണം അപ്പുറത്തെ ഇതിലാണ് പോണ്ട്. പക്ഷെ പോണ്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ ആ പോണ്ടും കൂടെ കാണാൻ വേണ്ടിയാണ് ഇതുവഴി നടക്കുന്നത്. പിന്നെ പറയടാ, എങ്ങനെയുണ്ട്? നീ പറ. ഇത് സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം പറയാം. സൂപ്പർ എസ്റ്റേറ്റ്. യു വിൽ ഫീൽ യു ആർ ഇൻ ദ ഹാർട്ട് ഓഫ് നേച്ചറുടെ നമുക്ക് ആ ഫീൽ എന്തായാലും വരും. കാരണം കണ്ടില്ലേ, അവിടെ എവിടെയൊക്കെ ഡ്യൂ ഉണ്ട് ഇപ്പോഴും. സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നതുകൊണ്ട് ആ ഡ്യൂ കുറച്ച് കുറഞ്ഞു വരുന്നു. എടാ, ഇത് ബീറ്റിൽ ലീഫാണോ അതോ പെപ്പർ ലീഫോ? പെപ്പറാണല്ലേ, ബീറ്റിലല്ല. ബീറ്റിൽ ലീവ്സ് കാണാൻ അതേപോലെ ആണെങ്കിലും ഇതല്ല ബീറ്റിൽ ലീവ്സ്. സോ ഇത് ചുറ്റാകെ ഇടയ്ക്കിടയ്ക്ക്
ഇതെന്താ അടയ്ക്കാണോ? Palm. ആ ആ ആ അടയ്ക്ക. അതായത് നമ്മുടെ അടയ്ക്ക മരം. ഓ നല്ല വഴിയാണ്. കാട്ടു വഴി കുറച്ച് പേടിയാന്ന് തോന്നും, പക്ഷേ പീസ്ഫുള്ളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ നടക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് എന്താണുള്ളതെന്ന് നമുക്ക് കാണാം. വലിയ പിന്നെ ആർക്കൊക്കെ നീ ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യും? ആർക്കായിരിക്കും ഇത് ആപ്റ്റ് ഈ സ്ഥലം? All the subscribers to all the teams and all the ഫാമിലി മെമ്പേഴ്സ് ഓൾസോ family members also can come because they have very good food അല്ലേ? From the food what we Food is had very good. yesterday, ഇന്നലെ ഉച്ചയ്ക്കും ഇന്നലെ രാത്രിക്കും നമ്മൾ കഴിച്ച ഫുഡ് വെച്ച് വെരി ഗുഡ് ഫുഡ്, വെറുതെ പറയല്ല, വെരി ഗുഡ് ഫുഡ്. ആൻഡ് പുള്ളി ആദ്യമേ പറഞ്ഞായിരുന്നു ഹോട്ടൽസിൻ്റെക്കാളും റീസണബിളാണ്. കാരണം ഹോട്ടൽസൊക്കെ ഇവിടെ കുറച്ച് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, എന്നാലും പക്ഷേ ഹോംലി ഫുഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. സോ അതുകൊണ്ട് ഫുഡും നിങ്ങൾക്ക് ഒരു ടെൻഷൻ പാർട്ടേ വരത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഫുഡ് ഇസ് സെറ്റ്, നോ ഇഷ്യൂ. That too, he can give you the Coor special pork and all, but നമ്മളാരും പോർക്ക് കഴിക്കുന്നത് നമ്മൾ ചിക്കനാണ് പ്രിഫർ ചെയ്ത്. ആൻഡ് സിൻസ് വിനയ് ഈസ് വെജിറ്റേറിയൻ, വിനയനും പ്യുവർ വെജിറ്റേറിയൻ. നമ്മൾ വെജിറ്റേറിയൻ എന്ന് ഉദ്ദേശിച്ചപ്പോൾ പുള്ളി എന്തെങ്കിലും കേടോ അങ്ങനെ തരുമോ? ഈ ഗെയിമും പ്രോപ്പർ സാമ്പാർ കൈൻഡ് ഓഫ് തിങ് ആൻഡ് ദാൽ, രസം. ആ രസം ഉണ്ടല്ലോ, ആ രസമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പുളിയല്ല, ഇവർ ഈ കൊടംപുളി വെച്ച രസം വെച്ച കിടു ടേസ്റ്റായിരുന്നു. നമ്മുടെ ആ ടയേർഡ്നെസ്സും ആ ഇതെല്ലാം ആ രസം കഴിച്ചുകൂടെ പോയി. സോ ഫുഡ് സ്കിഡു ഇൻ ദിസ് പ്ലേസ്. ഫുഡ് സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പോകെ ഇതൊരു താഴ്ചയിലോട്ടാണ് പോകുന്നത്. കുറച്ച് താഴ്ചയാണ്, തിരിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷെ നല്ല സ്ഥലം, ഒരു രക്ഷയില്ല. സൂപ്പർ സ്ഥലം, സൂപ്പർ വൈബാണ്. ഒരു കാട്ടിൻ്റെ ഹാർട്ടിലേക്ക് ഇറങ്ങി പോകുന്ന കണക്ക് ഉള്ളൊരു ഫീലാണ്. നമ്മുടെ ഒരു ഇംഗ്ലീഷ് മൂവിയില്ലേ, ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന്, ഏതാണ്ട് അതുപോലെ ഉണ്ട്. എർത്തല്ല ഇത്, ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദി നേച്ചർ എന്ന് പറയാം. നേച്ചറിൻ്റെ സെൻറ്ററിലേക്കൊരു ട്രാവൽ, അങ്ങനെ ഒരു ഫീല് വരും. സോ പുള്ളി സംഭവമായിട്ടാ കോഫി എടുത്തേക്ക്. നിങ്ങൾക്ക് ആ കോഫി കാണാൻ എന്താ രസം. ഇത് കൾട്ടിവേഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഹോസ്റ്റ് പറഞ്ഞായിരുന്നു ഈ എസ്റ്റേറ്റിൻ്റെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോണ്ട് കാണാം, പക്ഷേ ഇറങ്ങാൻ പറ്റില്ല എന്ന്. അത് ശരിക്കും സത്യമായിരുന്നു. കാരണം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു പോണ്ട്, അപ്പുറത്തെ എസ്റ്റേറ്റിലാണ്, ഈ എസ്റ്റേറ്റിലല്ല, അവിടെയാണ് ഇങ്ങനെ പോണ്ട് വന്നിരിക്കുന്നത്. സൂപ്പറാണ്. അതും ഈ മഴയും വീടൊക്കെ വന്ന് നിന്ന് നല്ലൊരു ഫീലാണ്. നമുക്കൊരു ഒരുമാതിരി റെജുവിനേറ്റ് എന്നൊക്കെ പറയില്ല, അതായത് ഉള്ളിലുള്ള ആ സ്ട്രെസ്സൊക്കെ കുറഞ്ഞിട്ട് നമുക്കൊരു പീസ്, ഫ്രഷ് ഓക്സിജൻ, മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ ഒരു ഫീല് വരും ഇതിലെ കൂടെ നടണം. അപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയായത്, നേരെ കാണുന്ന പാത്താണ് നമ്മൾ നടന്നു വന്നത്. കിടു, സൂപ്പർ. നമ്മൾ തിരിച്ച് കോഫി എസ്റ്റേറ്റിൽ തിരിച്ച് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ വേറെ ബോയ്സൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ നാക്കിൽ കൈ കാണിക്കാൻ നമുക്ക് കാണാം. അങ്ങ് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു പോണ്ട് ഉണ്ട് അവിടെ, പക്ഷെ അപ്പുറത്തെ എസ്റ്റേറ്റിലാണ്, എന്നാലും കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂർഗ് എസ്റ്റേറ്റ്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല സ്ഥലമല്ലേ? പീസൗട്ട് നമ്മുടെ ആ എന്ത് സാധനം, ആ ലീഫ് വൈറ്റാ, സിൽവർ റോക്ക് അല്ലേ അത്? സിൽവർ റോക്ക് ആണെന്ന് തോന്നുന്നു, പക്ഷെ മേലത്തെ ലീവ്സ് ഒക്കെ വൈറ്റ്സാ അല്ലേ? ആ നിങ്ങൾ എന്ത് പറയുന്നു? എസ്റ്റേറ്റ് പീസ്ഫുൾ. ഈ ഇന്നലെ മഴ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ ഇറങ്ങായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആക്കിയത്. എയർബിഎൻബിയിൽ ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടുന്നത് ഞാൻ പോലും അറിയില്ല. നല്ല സ്ഥലമായിരുന്നു. എയർബിഎൻബി സൂപ്പറാണ്. നമ്മുടെ വിനയ് കോഫി ബെറീസ് എക്സ്പ്ലോർ ചെയ്യുക. പറിക്കരുത്, ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ്, പറിക്കാൻ പാടില്ല. നല്ല ചെറിയുടെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ, പഴുത്ത് വരുമ്പോൾ നല്ല റെഡ് കളർ, സൂപ്പർ സാധനമാണ്. ഇതാണ് പിന്നെ ഉണക്കിയിട്ടാണ് വറുക്കുന്നത് അല്ലേ? വറുത്ത് കോഫി ബീൻ ആക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ബീൻ. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. ഡാർക്ക് റെഡ് കോഫി ബീൻസ്, നല്ല പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പഴുക്കുന്നതോറും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി സോ നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞത് ഇവിടെ 2 വെറൈറ്റിയിലുള്ള കോഫി ബീൻസാണ് ഉള്ളതെന്ന്. ഒന്ന് അറബിക്ക, ഇന്നൊരെണ്ണം റോബസ്റ്റ. സോ അറബിക്ക ഇപ്പോൾ കൾട്ടിവേഷൻ കഴിഞ്ഞിരിക്കുക, ഇനി റോബസ്റ്റ ഇനി അടുത്ത മാസം പ്ലക്കിങ് തുടങ്ങുന്നത്. ഇത് ഗ്രീൻ ആയാലും റെഡ് ആയാലും പ്ലക്കിങ് ടൈം ആകുമ്പോൾ അവരത് പറിക്കും, എന്നിട്ട് അതിനെ ഡ്രൈ ആക്കിയ കോഫി ബീൻ ആവുന്നത്. സോ ഗ്രീൻ റെഡ് ഇസ് നോട്ട് എ മാറ്റർ, ടൈം ആയിക്കഴിഞ്ഞാൽ അവരതിനെ പറിക്കും.
15 ഏക്കർ, മൊത്തം 15 ഏക്കറാണ് ഇതിൻ്റെ മൊത്തം സ്ഥലം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ 15 ഏക്കറും മൊത്തം കോഫിയാണ്. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഹോം സ്റ്റേ. കണ്ടില്ലേ ആ വീട് കണ്ട പഴയ നമ്മുടെ കേരളത്തിലൊക്കെ വരുന്ന നാലുകെട്ടിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ ഇതിന്, സൂപ്പറല്ലേ, നല്ല ഫീലായിരുന്നു സ്ഥലം മാത്രം. ഇത് നമുക്ക് അനന്യാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നുവിട്ട ഡ്രൈ ഫ്രൂട്ട്സ് കേക്കാണ്. ഒരു ദിവസം വെച്ച് കഴിക്കണം എന്നാണ് പറഞ്ഞത്. സോ ഇന്നലെ മൊത്തം നമ്മൾ വെച്ചിരുന്നു, ഇന്നാണ് കഴിക്കുന്നത്. പിന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ, ഒരു പീസ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എന്ത് ടേസ്റ്റാണ് വരുന്നത്? Cashews, grapes, nuts, fruity, nuts. നട്ട്സ്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല രസമായിട്ടുണ്ട്. ഒരു ദിവസം വെച്ചതിൻ്റെ ഗുണമുണ്ട്, ആ സ്വീറ്റ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിവേ താങ്ക് യു ടു അനന്യാസ് വേൾഡ്. സൂപ്പർ കേക്ക്. അഖിൽ, കേക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അനന്യാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കി തന്നെ നമുക്ക്. ഓക്കെ, ഇടില്ല അല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായി പോയി. കുഴപ്പമില്ല, ഇന്നലത്തെ ടയേർഡൊക്കെ ആയത്, പിന്നെ നമ്മൾ റിലാക്സ് ചെയ്തതല്ലേ. സോ ഇപ്പം നമ്മൾ തലക്കാവേരിയിലോട്ടാണ് പോകുന്നത്. സോ ഇവിടെ നിന്ന് ഭാഗമണ്ഡല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് തലക്കാവേരിയിലോട്ട് പോകണം. ഭാഗമണ്ഡല 15 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന്. നമ്മളിപ്പോൾ ചെരമ്പനെ, അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. ചെരമ്പനയിൽ നമ്മൾ ഭാഗമണ്ഡല പോവാം. ഭാഗമണ്ഡല പോയിട്ട് അവിടെ നിന്ന് തലക്കാവേരി ടെമ്പിൾ ഉണ്ട്. കാവേരി നദിയില്ലേ, കാവേരി നദിയുടെ ഉൽപ്പത്തി, അതായത് ഒറിജിൻ, അത് തലക്കാവേരി കൊടകുലാണ്. സോ ആ ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലത്തെ റോഡുകളാണ്, നല്ല റോഡാണ്. ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് വെയിലുണ്ട്, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ഏതാണ്ട് നാട്ടിലെ ഒരു ഫീലാണ്. പക്ഷെ നാട്ടിൽ അത്ര ഇൻറ്റൻസ് ചൂടില്ല, കാരണം ഇവിടെ പച്ചപ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പച്ചപ്പും കോഫി പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കൂൾ ബ്രീസ് ഉണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്, വെയിലില്ലാന്നൊന്നുമില്ല. തലക്കാവേരിയുടെ ഒരു ബോർഡ് സിമ്പിൾ കണ്ട്, കർണാടക ടൂറിസത്തിൻ്റെ. ഇനി ഇവിടുന്ന് 8 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ തലക്കാവേരി ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇത് തലക്കാവേരി ടെമ്പിളിൻ്റെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു, റൈറ്റ് സൈഡിൽ കാണുന്നത്. തലക്കാവേരി ടെമ്പിളിൻ്റെ പാർക്കിംഗ് ആണ്. സോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ആ കാണുന്നതാണ് തലക്കാവേരി ടെമ്പിൾ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോകാം. അങ്ങ് ദൂരെ കാണുന്ന ആ ഗോപുരമാണ് തലക്കാവേരി അമ്പലത്തിലെ എൻട്രൻസ്. തലക്കാവേരിയിലേക്കുള്ള ഗോപുരത്തിലേക്ക് അടുക്കാറായപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലകളുടെ വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, എന്താ വ്യൂ, ഒരു രക്ഷയില്ല, ഇല്ല. ഇതാണ് നമ്മുടെ തലക്കാവേരിയുടെ ഗോപുരം. ഇടില്ല അല്ലേ? ഈ സ്റ്റെപ്സ് കയറി വേണം അമ്പലത്തിലേക്ക് പോകാൻ. പിന്നെ ചൂട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? നാട്ടിലത്ര ചൂടില്ലല്ലോ? ഇല്ല, നല്ല കൂൾ ബ്രീസ് ഇല്ലേ? ഗോപുരത്തിൻ്റെ ഇടത് വശത്തായിട്ട് മലകൾ കാണാം. അവിടെ നിന്നാണെന്ന് തോന്നുന്നു നല്ല കാറ്റ് വരുന്നുണ്ട്. ഇത്ര വെയിലാണെങ്കിലും കാറ്റ് കാരണം നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ. ഇതിന് ശേഷം വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. സോ അത് കാരണം ഞാൻ ക്യാമറ ഓഫ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്നാണ് തലക്കാവേരിയുടെ, കാവേരി നദിയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് തലക്കാവേരി. അപ്പുറത്ത് കാണുന്നതാണ് ആ മൂർത്തിയുടെ പൂജ നടത്തുന്ന സ്ഥലം. അങ്ങോട്ട് ക്യാമറ അലോഡല്ല. മേലിൽ വേറൊരു ഗോപുരമുണ്ട്. ഇപ്പുറത്ത് കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഗോപുരം തലക്കാവേരിയിലേക്ക്. താഴെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് വരേണ്ടി വരും. പിന്നെ ഇപ്പോൾ നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ ഒരു മണ്ഡപത്തിൽ ഇങ്ങനെ ഒരു പൂജാരി ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ വെള്ളമുണ്ട്. ആ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? കാരണം ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ നദി കാണണം, നദി കണ്ടില്ല, പക്ഷെ അവിടെ വെള്ളമുണ്ട്. എങ്ങനെയാണ് വെള്ളം വരുന്നത്? ഡയറക്ട്ലി ഫ്രം എർത്ത്. സോ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. സോ ഇവിടെ നിന്നാണ് കാവേരിയുടെ തുടക്കം. സോ ഉൽപ്പത്തി ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. സോ അവിടെ നമുക്ക് ഷൂട്ടിംഗ് ഒരു വിടത്തില്ല. സോ ആ വെള്ളമാണ് നമ്മൾ കണ്ടത്. സോ അത് കുറേ ഒന്നും ചെയ്യില്ല, അത് എപ്പോഴും ആ ലെവലിൽ തന്നെ നിൽക്കും. ഓക്കെ.
ഓക്കെ ഓക്കെ. പിന്നെ ഇതിൻ്റെ മേലോട്ട് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം അവർ മേലോട്ട് കയറ്റുന്നില്ല. ഇവിടെ അടുത്ത് നിന്ന ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഇതെല്ലാം ബ്രഹ്മഗിരി മലയാണെന്ന്. സോ ബ്രഹ്മഗിരി മല, വെസ്റ്റേൺ ഘാട്സിലെ ബ്രഹ്മഗിരി മലയാണെന്നാണ് പറഞ്ഞത്. കാവേരിയുടെ അവിടെയുള്ള ബട്ടർ മിൽക്കാണിത്. കണ്ടില്ല, പോട്ടിലായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല നാച്ചുറൽ തണുപ്പായിരിക്കും. വാങ്ങിച്ചോ. പിന്നെ ബട്ടർ മിൽക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇഞ്ചി, പച്ചമുളക്, നമ്മളെ നാട്ടിൽ കിട്ടുന്ന സംഭാരം പോലെ തന്നെയുണ്ട്. All the spices. സൂപ്പർ ബട്ടർ മിൽക്ക്. ആ സംഭാരം വാങ്ങി അതേ കടയിൽ നമ്മുടെ വലിയ നെല്ലിക്ക ഉപ്പിലിട്ടതായി കാണുന്നത്. നെല്ലിക്ക ഉപ്പിലിട്ടത്, പൈനാപ്പിളുണ്ട്, ഇളനീരുണ്ട്. നമ്മുടെ വിനയ് വെള്ളരിക്ക വാങ്ങാൻ പോകുന്നു. മൊത്തം നല്ല നാടൻ സാധനങ്ങളാണ്. നമ്മളിപ്പോൾ മടിക്കേരി ടൗണിലുള്ള അബ്ബേ ഫോൾസിലോട്ടാണ് പോകുന്നത്. ഒരു കയറ്റമുള്ള റോഡാണ്. സോ ഇത് ചെന്ന് ഇറങ്ങുന്നതായിരിക്കും അബ്ബേ ഫോൾസ്. സോ ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം അബ്ബേ ഫോൾസ് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ അബ്ബേ ഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മലയാളി ഫോൾസ് വല്ല അല്ല, ഇവിടുത്തെ സ്റ്റെപ്സ് കുറച്ച് നല്ല സ്റ്റെപ്സാണ്, വലിയ സ്റ്റെപ്സാണ്, കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ വിനയ് ഓക്കെ എന്ന് പറഞ്ഞാലേ ആകത്തുള്ളൂ. ഓക്കെ. സഞ്ജു എന്ന് പറയുന്നത്, സഞ്ജു ഇല്ല ഇവിടുത്തെ ലോക്കൽ ഗൈ, നടന്നുകൊണ്ടിരിക്കുക. വെള്ളമല്ലേ? അപ്പുറത്ത് ഇപ്പോൾ കോഫി പ്ലാന്റേഷൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി തൊടാൻ പാടില്ലെന്ന് ബോർഡൊക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. ഞാൻ കണ്ടില്ല. അഖില നമ്മുടെ ലീഡ് ചെയ്യുന്നത്. ഇതാണ് മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമുക്ക് ചെറുതായിട്ട് അബ്ബേ ഫോൾസ് കാണാം. അതിൻ്റെ ഒച്ച നല്ല രീതിയിൽ കേൾക്കാം, വെള്ളം വീഴുന്നതിൻ്റെ. ഏതാണ്ട് നമ്മളടുത്തെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ അബ്ബേ ഫോൾസ്. നമ്മൾ കുറച്ച് നടന്ന് അബ്ബേ ഫോൾസിൻ്റെ അടുത്ത് വരെ എത്തി. നല്ല വെള്ളച്ചാട്ട, ഏതാണ്ട് അതിരിപ്പള്ളിയുടെ ഒരു ഫീലുണ്ട്. ആ മേലിൽ ഒഴുകി വരുന്ന വെള്ളം. ഇതാ ഏറ്റവും ലാസ്റ്റ് വ്യൂ. ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് തന്നെ കേജിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് എടുക്കുന്നത്. കണ്ടില്ലേ, മണ്ടേന്നാ വെള്ളം വരുന്നത്. എന്ത് നല്ല കാണാൻ. ഇതാണ് അബ്ബേ ഫോൾസ്, മടിക്കേരിയിലുള്ള അബ്ബേ ഫോൾസ്. പിന്നെ എന്താ കഴിക്കുന്നത്? ചിറുമുറി. അബ്ബേ ഫോൾസ് എന്നാ? എങ്ങനെയുണ്ട് ചിറുമുറി? നോക്കട്ടെ. Very spicy. ഭയങ്കര സ്പൈസി അല്ലേ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. നല്ല എരിവല്ലേ? സൂപ്പർ ടേസ്റ്റ് അല്ലേ? ചാറ്റ്സ് പോലെ. ഓക്കെ. മടിക്കേരി ടൗണിലുള്ള ഉടുപ്പി ഗാർഡൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇത്. നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. പിള്ളേരൊക്കെ ഇവിടെ പോയി. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കില്ല സ്ഥലം. ഞാനും വിനയും കൂടെ ഇവിടെ ഇരിക്കാം. ഇതാരാ? സഞ്ജുവാ? ഇവിടെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ വെയിറ്റർ ആദ്യം വന്ന് കന്നഡ പറഞ്ഞ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളം പറയുന്ന കേട്ടു. പുള്ളി അവസാനം മലയാളം പറഞ്ഞു. നല്ല വൈബാണ് ഹോട്ടൽ. മടിക്കേരി ടൗണിൽ തന്നെ ഉള്ളത്. സഞ്ജു ഷെയറിട്ടിൽ എന്തോ ഷെയർ ചെയ്യുക. ഇല്ലല്ലേ? ബാൻ ചെയ്തു. ഓക്കെ. അങ്ങനെ മസാല ദോശ എത്തി. എല്ലാവരും മസാല പറഞ്ഞേ. ഇന്നലത്തെ എൻ്റെ ഹാങ് ഓവർ മാറ്റാൻ നമ്മുടെ അഖിൽ പെട്ടെന്ന് മസാല ദോശ കഴിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാരണം മസാല പോസ്റ്റായിരുന്നു. നമ്മുടെ ചൗ ഭാത്ത വന്നെന്ന് തോന്നുന്നു. അവിടെ മസാല വന്നു. നമ്മുടെ ഇത് ഓപ്പൺ എന്ത് ദോശ? ഓപ്പൺ ബട്ടർ മസാല. വിനയുടെ ഓപ്പൺ ബട്ടർ മസാല വന്നു. ഇവൻ്റെ മസാല ദോശ വന്നു. നമ്മുടെ സഞ്ജുയുടെ. എൻ്റെ ചൗ ഭാത്തും വന്നു. കീടില്ല വെച്ചത് ഞാൻ എടുത്തോളാം. ആ ഓപ്പൺ ബട്ടർ മസാല ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ബട്ടറോടെ എടുത്തിട്ട് കുറച്ച് ഇതിലൂടെ എടുത്തിട്ട് ഇത് പൊളിയാ ഉള്ളൂ. മസാല ദോശ എങ്ങനെയുണ്ട്? പൊളി അല്ല, നീ പറഞ്ഞാൽ മതി. ചൗ ഭാത്ത് കഴിച്ചിട്ട് എന്തോ വിശപ്പ് മാറുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വടയും കൂടെ പറഞ്ഞായിരുന്നു.
ആ ഫോർക്ക് സ്പൂണൊക്കെ വെച്ചേക്കുന്ന ഇത് കണ്ടില്ലേ? നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്ന റെസ്റ്റോറൻറ്റാണ്. നമ്മൾ കഴിച്ച് കഴിയാറായപ്പോൾ സീൻ ഇതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കൂർഗിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ സ്റ്റേ എന്നുള്ള എക്സിറ്റ് ഒക്കെ എടുക്കേണ്ടായിരുന്നു, പക്ഷേ ആ എക്സൈറ്റ്മെന്റിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, സോ നമ്മൾ അത് ഇടുന്നതായിരിക്കും. നമ്മൾ ഹോസ്റ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്, അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് 280 കിലോമീറ്റേഴ്സ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല ഒരു സ്പോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കണക്കായിരിക്കും നമ്മുടെ അടുത്ത ട്രാവൽ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ തംസ് അപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.